സന്താനം കമ്മിറ്റി 1963 നിയമിക്കപ്പെട്ട കമ്മിറ്റി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിച്ചു. പഞ്ചായത്ത് രാജ് ഫിനാൻസ് കോർപ്പറേഷനുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്തു. സാദിഖ് അലി കമ്മീഷൻ 1964. രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയകാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. ജി. എൽ. വ്യാസ് കമ്മീഷൻ 1974. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ. ഹനുമന്തറാവു കമ്മിറ്റി 1983. ജില്ലാതലത്തിലെ ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റി 1984 റിപ്പോർട്ട് സമർപ്പിച്ചു. ജി. വി. കെ. റാവു കമ്മിറ്റി 1985. ഗ്രാമവികസനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മീഷൻ. ഈ കമ്മിറ്റി മുന്നോട്ട് വച്ച പ്രധാന നിർദ്ദേശങ്ങൾ: 1. ജില്ലാ പരിഷത്തിന് പ്രമുഖ സ്ഥാനം നൽകുക. 2. ഫലപ്രദമായ വികേന്ദ്രീകൃത ജില്ലാ ആസൂത്രണത്തിനായി സംസ്ഥാന തലത്തിലുള്ള ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാതല ആസൂത്രണ യൂണിറ്റുകൾക്ക് കൈമാറുക. 3. ജില്ലാ വികസന കമ്മീഷണർ എന്നൊരു തസ്തിക സൃഷ്ടിക്കുക. എൽ. എം. സിംഘ്വി കമ്മിറ്റി 1986 രാജീവ് ഗാന്ധി സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ: 1. ഒരു കൂട്ടം വില്ലേജുകൾക്കായി ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണം. 2. ഗ്രാമപഞ്ചായത്തുകളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഗ്രാമങ്ങൾ സംഘടിപ്പിക്കണം. അതിനായി ഗ്രാമസഭകൾ മുടങ്ങാതെ കൂടണം. 3. ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തീർപ്പാക്കുന്നതിന് ഓരോ സംസ്ഥാനത്തും ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണം.